വേരിക്കോസ് വെയിൻ്റെ സർജറീസിൽ ഇപ്പോൾ കുറേ റീസെന്റ് അഡ്വാൻസസ് വന്നിട്ടുണ്ട്. അതിന് സാറിന്റെ പെർസ്പെക്റ്റീവ് എന്താണ്? മുന്നേ വെരിക്കോസ് വെയിൻസിന് കംപ്ലീറ്റ് ആയിട്ട് സർജറി, ട്രെൻഡലംബർഗ് സർജറി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് വിത്ത് സ്ട്രിപ്പിംഗ്. അതായത് നമ്മുടെ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാമേജ് ആയിട്ടുള്ള വെയിനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വലിച്ച് എടുത്ത് കളയുക എന്നുള്ളതായിരുന്നു പണ്ടുണ്ടായിരുന്ന ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി. അതിനുശേഷം ഇപ്പം അഡ്വാൻസസ് വന്നതോടുകൂടി നമ്മൾ കുറച്ചു കാലം മുന്നേ വന്ന സാധനമാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അതോടൊപ്പം തന്നെ നമ്മുടെ എൻഡോവീനസ് ലേസർ എനർജി അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി എനർജി കൊടുത്തിട്ട് വെരിക്കോസ് വെയിനെ കരിച്ച് കളയുക എന്നുള്ള ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പം അത്യാവശ്യം കാര്യമായിട്ട് അതിന് യൂസ് ഉള്ളതാണ്. ഒരുപാട് ആൾക്കാർ അത് ചെയ്തു പോകുന്നു. അതിനുശേഷം കഴിഞ്ഞൊരു 10 years ഡൗൺ ദ ലൈൻ വന്നതാണ് വെനാസീൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലൂ തെറാപ്പി, അഥവാ വെയിനെ ഒട്ടിച്ച് ക്ലോസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് നമ്മളൊരു 10 വർഷമായിട്ട് ഉണ്ട്. അതും ഇപ്പം ഒത്തിരിയായിട്ട് നമ്മളിവിടെ ചെയ്യുന്നുള്ള പ്രൊസീജിയേഴ്സുകളുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ വളരെ റെയറായിട്ട് മുൻകാലങ്ങൾ വളരെ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ക്ലീറോ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ഉണ്ട്. നമ്മൾ അതും ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന RFAയോ അല്ലെങ്കിൽ ലേസറോ അതോടൊപ്പം തന്നെ വെനാസിലിൻ്റെ ഒക്കെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ അതും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് RFA അല്ലെങ്കിൽ ലേസർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഞരമ്പിനകത്തൂടെ ചെയ്യുന്ന പ്രൊസീജിയറാണ്. വെനാസിലാണെങ്കിലും ഞരമ്പിനകത്തൂടെയാണ് ചെയ്യുന്നത്. ഉള്ളിൽ കൂടെ നമ്മൾ ഞരമ്പിൽ ചെറിയ സൂചിയുടെ അത്രയും പോകുന്നൊരു മുറിവിലൂടെ ഉള്ളിലേക്ക് കടന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ വെയിനകത്ത് നമ്മൾ അതിനകത്ത് എനർജി കൊടുത്തിട്ട് അതിനെ കരിച്ചെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ രണ്ടിലും ചെയ്യുന്നത്. ഗ്ലൂയിലാകുമ്പോൾ നമ്മൾ അതിനകത്തൊരു പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ചെയ്യുന്നത്.